വാട്സപ്പ് ഗായ്സ്. അപ്പോഴേ നമ്മളിത് ഇവനെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ചമ്മന്തി. വാ നമുക്കുണ്ടാക്കാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി വേണം, ഇഞ്ചി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയുടെ വറ്റൽമുളകാണ്. പിന്നെ കറിവേപ്പില ഉണ്ടാവും, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് കൂട്ടാൻ കേട്ടോ. ചെറുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ. ഓക്കെ, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസില്ലേ, ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ സ്മോൾ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് കാണാം. ഓക്കെ, ചെറിയ ചെറിയ പീസാക്കിയിട്ട് പോലും ഒരു 6-7 പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കേ ഈ ചിക്കനകത്തോട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്തായാലും ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇത് ഞാനൊരു ടെസ്റ്റ് ഡോസ് അതിൻ്റെ പേരിൽ, ഇതെൻ്റെ എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്, അതിൻ്റെ പേരിലാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ചിക്കൻ ഉപയോഗിച്ചത്. നമുക്കിങ്ങനെ ആ മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ അതിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം അതും കൂടെ തേച്ച് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലോട്ട് ആ മസാല നന്നായിട്ട് പിടിക്കും. നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. എത്ര നേരം ഇരിക്കുന്നോ അത്രയും നല്ലത്. ഒരു 10-15 മിനിറ്റ് വെക്കുക. ഞാനിവിടെ 10 മിനിറ്റാണ് വെക്കുന്നത്. 10 മിനിറ്റ് ഇതങ്ങനെ ഇരിക്കട്ടെ, മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അന്നേരത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലോട്ട് എടുക്കാം. നമുക്ക് ഈ കാശ്മീരി ചില്ലിയുടെ വറ്റൽമുളക് എടുത്ത് വാഷ് ചെയ്തെടുക്കാം. ഇത് കാശ്മീരി ചില്ലി ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിക്ക് കുറച്ച് കൂടുതൽ എരിവായിരിക്കും, അതിൻ്റെ പേരാണ് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. വാഷ് ചെയ്ത കാശ്മീരി ചില്ലി എണ്ണയിലിട്ട് വറുത്തെടുത്തു. ഓക്കെ, വറുത്ത് കഴിയുമ്പോഴേക്കും വറുത്തിട്ട് അന്നേരം തന്നെ നമ്മൾ എടുക്കരുത്, കാരണം അതിനകത്ത് മൊത്തം എണ്ണയായിരിക്കും, കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കുക. നമുക്ക് തണുത്തതിന് ശേഷം മാത്രം അതുകൊണ്ടുള്ള ഉപയോഗമുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വറക്കാം. 10 മിനിറ്റായി. അപ്പോൾ നമുക്ക് ചിക്കൻ വറക്കാം. ചിക്കൻ വറക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, ചിക്കൻ വറക്കുന്നത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, യൂഷ്വലി എണ്ണയ്ക്ക് അതിട്ട് വറക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സിക്കകത്തോട്ട് ഇടുക. ഉള്ളി, ഇഞ്ചി, നമ്മുടെ കറിവേപ്പില കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറ്റൽമുളകിൻ്റെ ഞെട്ടില്ലേ അത് പറിച്ച് മാറ്റിയതിന് ശേഷം അത് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിക്കാനുള്ളതാണ്. അതിലെല്ലാം ഞെട്ട് നമുക്ക് വേണ്ട, അത് മിക്സ് ആകിയല്ല, അതന്നെയല്ല നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം എടുക്കാം. ചിക്കൻ വറുത്തിട്ടുണ്ട് കേട്ടോ, വറുത്ത ചിക്കൻ നോക്കി, ഇത്രയേ ഉള്ളൂ അകപ്പാട്. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയിലിട്ട് വറ്റൽമുളക് അതൊക്കെ ഇട്ട് അരച്ചെടുത്ത ചമ്മന്തി പരിവായിട്ടുണ്ട്. ഇതിന് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചിക്കൻ ഇടാതെ തന്നെ അല്ലേ. നോക്കിക്കേ, നമ്മുടെ ചിക്കൻ ചമ്മന്തിക്കകത്ത് ചിക്കൻ്റെ പീസായിട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് പീസ് മൊത്തം ഒന്ന് ഗ്രൈൻഡ് ചെയ്യണ്ടേ. നമുക്ക് ചിക്കൻ്റെ പീസ് തണുക്കാൻ വേണ്ടിയാണ് ഞാൻ മാറ്റി വെച്ചത്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലകത്തിട്ട് അടിക്കുക, ഇല്ലെങ്കിൽ മിക്സിക്ക് അത് കംപ്ലൈൻ്റ് ആവും, വല്ലാതെ ചൂടാവും, അതിൻ്റെ ബ്ലേഡിൻ്റെ അവിടെയൊക്കെ ലൂസാകാൻ സാധ്യതയുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചിക്കൻ പൗഡറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ പൗഡറില്ലേ അതും നമ്മുടെ മിക്സറില്ലേ, ചമ്മന്തിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ മിക്സറില്ലേ, മിക്സ്ചറും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഭയങ്കര സംഭവമാണ് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഏത് കറിക്കകത്ത് ചേർന്ന് കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് ഹെവി ആവും. അതിൻ്റെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും വെളിച്ചെണ്ണ പറ്റുന്ന രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടങ്ങ് ചൂടാക്കിയാൽ മതി. സംഭവം ഹെവിയാണ്, നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കാൻ ആരും മറക്കണ്ട, ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. ഒരുപാട് കൂടണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രം മതി.
നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ചമ്മന്തി മണമൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി മണമാണ്. സാധനം ഉണ്ടല്ലോ, ഇവനെ നമ്മുടെ ദോശയുടെ കൂടെ ഉണ്ടല്ലോ, നല്ല ചൂട് ദോശയുടെ കൂടെ തട്ടിയാണ്ടല്ലോ പൊളി സാധനമായിരിക്കും. ഓക്കെ, എനിക്ക് തന്നെ കൊതി വരുന്നു. എല്ലാവരും അപ്പം ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം മറക്കാതെ എല്ലാവരും ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.